ഹലോ, വിനു ആണ്. പ്ലംബിംഗ് കൺസൾട്ടൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിനിഷ് ചെയ്ത പുതിയ ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു 240 അളവിൽ ഉള്ള ഒരു ബാത്റൂമാണ്. 240 അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ സിംഗിൾ പീസ് വാഷ് ബേസിനാണ്. ഉണ്ടല്ലേ, സിംഗിൾ പീസ് വാഷ് ബേസിനാണ്. വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ പെഡസ്റ്റൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ്, അത് കെറോവിറ്റിൻ്റെ ആണ്. ഇത് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ജാഗ്വാറിൻ്റെ എസ്കോൻ്റെ മോഡലാണ് കേട്ടോ. പിന്നെ ഇതിൽ സ്ഥലത്ത് ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് സെറയാണ്. ഇതിപ്പോൾ എല്ലാതും ഓരോ ഐറ്റംസും ഓരോ കമ്പനിയിലാണ് കേട്ടോ. പിന്നെ ഇത് വാൾ മിക്സർ, അത് കോളറാണ്. ഇത് ബാത്റൂം നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത മോഡലാണ്. ടൈലൊക്കെ വളരെ വൃത്തിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ഷവർ ഏരിയ തിരിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഗ്ലാസ് പാർട്ടീഷൻ ക്ലീനിങ് ഒക്കെ ചെയ്യാവുന്ന സൗകര്യത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ താഴ്ത്തിയാണ് ടൈൽ ഒട്ടിച്ച് നിർത്തിയേക്കുന്നത്. ഈ ബാത്റൂമിൽ 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഷവർ ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടൈല് സെപ്പറേറ്റ്, ആ ഷെയ്ഡ് അങ്ങനെ വരുന്ന രീതിയിൽ തന്നെയാണ് ഷവർ ഏരിയ തിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 80 സെൻറ്റിമീറ്ററോളം സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്ന ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 60 സെൻറ്റിമീറ്ററോളം വന്നിരിക്കുന്നത് വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ 60 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 18 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ബേസിനാണ്. അതുപോലെ ഷവർ വന്നിരിക്കുന്നത് കെറോവിറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ബാത്റൂമിന് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ നിഷ് കൊടുക്കുന്ന പരിപാടി. ഇതിൽ ഒരു ചെറിയൊരു നിഷ് ക്ലോസറ്റിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഫ്ലോറിൽ ഡ്രെയിൻ ട്രാപ്പ് കൊടുക്കുന്നത്, ഈ ടൈപ്പിൽ ടൈലൊട്ടിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള സാധനമാണ് ഇപ്പോൾ പൊതുവെ ട്രെൻഡിങ്. ഇവിടെയും അത് തന്നെയാണ്. കോർണറിൽ ഒരു 4 ഇഞ്ച് വരുന്ന ഫ്ലോർ ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. താങ്ക് യു.